ഹലോ. ഇന്ന് എൻ്റെ വിഷയം രാഹുൽ ഈശ്വർ ഹണി റോസ് ബോച്ചെ വിഷയമാണ്. ഇന്നും അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ മുന്നിട്ട് നിന്നിരുന്ന ഹണി റോസിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും കിട്ടുന്നില്ലെന്നുള്ളതാണ്. ഇപ്പം 1-2 ദിവസമായിട്ട് ഹണി റോസിന്റെ പോസ്റ്റുകളൊന്നും കാണാറില്ല. രാഹുൽ ഈശ്വറിനെ ബോച്ചയെ കുടുക്കിയതുപോലെ തന്നെ ഈസിയായി രാഹുൽ ഈശ്വറിനെയും കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന ഹണി റോസിന് അത് നടക്കാതെ വന്നപ്പോൾ ഹണി റോസ് ഇപ്പൊ ആകെപ്പാടെ കൺഫ്യൂഷനിലായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും ഹണി റോസിനെ ഇപ്പൊ ഈ 1-2 ദിവസമായിട്ട് ഹണി റോസിന്റെ അനക്കം ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ഇന്ന് രാഹുൽ ഈശ്വർ ഒരു പത്രസമ്മേളനം നടത്തി. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചു. അപ്പോൾ മുൻകൂർ ജാമ്യം അതിന്റെ ആവശ്യമില്ല ഇപ്പോൾ. അതായത് കോടതി രാഹുൽ ഈശ്വറിന്റെ പേരിൽ കേസ് എടുത്തതായിട്ട് പോലും പോലീസുകാരോട് എന്താണ് രാഹുലിന്റെ മേൽ ചുമത്തിരിക്കുന്ന കുറ്റം എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് പറയാനൊരു കാരണമില്ലായിരുന്നു, പ്രോപ്പറായിട്ടുള്ള ഒരു കാരണം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് പോലും രജിസ്റ്റർ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഏതായാലും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ബോച്ചയെ അറസ്റ്റ് ചെയ്തതുപോലെ അത്ര ഈസി ആയിട്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ആദ്യമേ ബോച്ചയെ പൂട്ടിയ ഹണി റോസ്, അതുപോലെ തന്നെ തനിക്ക് എതിരെ വരുന്ന എല്ലാവരെയും, തനിക്കെതിരെ അഭിപ്രായം പറയുന്ന എല്ലാവരെയും ഇപ്പോൾ ജയിലഴിക്കുള്ളിലാക്കും എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെ വന്ന ഹണി റോസ് ഇപ്പോൾ പതിയെ പുറകോട്ട് പോയിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഞാൻ രാഹുൽ ഈശ്വറിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ബോച്ചയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ബോച്ച കാണിച്ചത് നല്ല പ്രവൃത്തിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ബോച്ചെ പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവ രീതി അനുസരിച്ച് അങ്ങനെ ഉള്ള ഈ ദ്വയാർത്ഥ മീനിങ്ങുള്ള കാര്യങ്ങൾ പറയുമെങ്കിലും പല പ്രാവശ്യം, അതായത് ഹണി റോസ് എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് 20 വർഷമായിട്ട് ബോച്ചയുടെ ഒക്കെ സ്ഥാപനമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ 20 വർഷമായിട്ട് ബോച്ചയെ അറിയാവുന്ന ഈ ഹണി റോസ് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ബോച്ച ഇങ്ങനെ ഡബിൾ മീനിങ്, ഇത് ആദ്യത്തെ അനുഭവമാണോ ഹണി റോസിന് എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ വളരെയധികം സൗഹൃദപരമായിട്ടിരുന്ന് നല്ല ബോച്ചയെ പുകഴ്ത്തിയൊക്കെയാണ് അതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഹണി റോസ് ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ വീണ്ടും ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകരുതായിരുന്നു. അപ്പോൾ പൈസ കിട്ടുമെന്നൊക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വാണിംഗ് കൊടുത്തിട്ട്, ഇത് ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ വരാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡബിൾ മീനിങ് വെച്ച് സംസാരം ഉണ്ടല്ലോ, അത് പാടില്ല എന്നുള്ളൊരു വാണിംഗ് കൊടുക്കണമെന്നല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണമായിരുന്നു. എന്നിട്ടും അദ്ദേഹം വിളിക്കുവാണെങ്കിൽ പോകണമെന്ന്. അപ്പോൾ അത് പുള്ളിക്കാരനെ നേരത്തെ അറിയിക്കാതെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമുക്കറിയാം സിദ്ദിഖിന്റെ ഒക്കെ കേസ് വന്ന സമയത്ത് എന്തുകൊണ്ട് പുള്ളിക്കാരി വർഷങ്ങൾ കഴിഞ്ഞ് കേസ് കൊടുത്തു, അന്ന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് ചോദിച്ച അവരൊക്കെ ഇപ്പോൾ ഈ ഹണി റോസ് കേസ് കൊടുത്ത് അന്ന് എന്തുകൊണ്ട് ഇതിന് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന പലരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരാൾക്ക് ഒരു നീതിയും വേറൊരാൾക്ക് വേറൊരു നീതിയും അങ്ങനെ ആകുന്നത് നമ്മുടെ സമൂഹത്തിന് നല്ലതായ ഒരു സന്ദേശം കൊടുക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഈശ്വർ ഒരു പത്രസമ്മേളനം നടത്തി ഇന്ന് തിരുവനന്തപുരത്ത്. അപ്പോൾ അതിനകത്ത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും രാഹുൽ ഈശ്വർ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതായത് ഹണി റോസ് രാഹുൽ ഈശ്വറിന് കുറെ വാണിംഗ് കൊടുക്കുകയും ചെയ്തു, കേസ് കൊടുക്കാൻ പോവുകയാണ്, പുള്ളിക്കാരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു, പുള്ളിക്കാരുടെ കുടുംബത്തിനെ ഇത് അധിക്ഷേപിക്കുന്നു, മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു, പുള്ളിക്കാരി ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഒരു ആൾക്കാരുടെ ഒരു സഹതാപതരംഗം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കും എങ്ങനെയാണെന്ന തരത്തിൽ അങ്ങനെയൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നെങ്കിൽ ഇപ്പോൾ ഹണി റോസിന്റെ നീക്കം നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരി ഒതുങ്ങിപ്പോയോ അതോ ഇനിയും പുതിയ പ്ലാനുകൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും ബോച്ച ജയിലറയ്ക്കുള്ളിലാണ്. പക്ഷെ ഹണി റോസിന് നമ്മുടെ രാഹുൽ ഈശ്വറിനെ ബോച്ചയെ ജയിലിലേക്ക് അയച്ച് അത്ര ഈസി ആയിട്ട് ജയിലിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചും വളരെയധികം ജനങ്ങളാണ് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിന് പിന്തുണയുമായിട്ട് വന്നിരിക്കുന്നതും. അപ്പൊ ജനവികാരം കൂടെ മനസ്സിലാക്കി വേണം ഇത് ഗവൺമെന്റും നിയമപാലകരും നീതിപീഠവും ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി.
സാധാരണക്കാരായ ഒത്തിരി സ്ത്രീകൾ ഇപ്പോൾ യൂട്യൂബിലാണേലും എന്ന് പറയുന്നുണ്ട്. അവർക്കൊക്കെ വളരെ അധികം തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ ആർക്കും ഈ പരിഗണന കിട്ടുന്നില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു സ്ത്രീകളോട് എന്തെങ്കിലും മര്യാദകേടായിട്ട് പ്രവർത്തിക്കുകയോ പറയുവോ എന്തെങ്കിലും നോട്ടോ എന്തെങ്കിലും ചെയ്യുന്നവർക്കെതിരെ കർശനമായ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ഇങ്ങനെയുള്ള ചില പ്രമുഖ വ്യക്തികൾക്കോ അല്ലെ പിടിപാടുള്ള എന്തെങ്കിലും ഇതിലുള്ള ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. സമൂഹത്തിലുള്ള താഴേക്കടയിലുള്ള അല്ലെങ്കിൽ ഒരു താഴേക്കടയിൽ നിന്ന് വേണ്ട, ഒരു സാധാരണക്കാരായ സ്ത്രീകളാണേലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇതുപോലെയുള്ള ഒരു മിന്നൽ പ്രകടനം, ഇതുപോലുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഒരിക്കലും നമ്മൾ കാണുന്നില്ല. സർക്കാരിൻ്റെ എത്രയോ പണമാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഇപ്പോൾ ഈ ഹണി റോസിന്റെ കേസിന് വേണ്ടിയിട്ട് തന്നെ എത്രമാത്രം രൂപയാണ് ചെലവഴിക്കുന്നത്. ഇതെല്ലാം നികുതിദായകരുടെ പണമാണ് ഈ ചെലവഴിച്ച് കളയുന്നത്. പാവം ജനങ്ങളെ കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയിട്ട് വിഷമിച്ച് നടക്കുന്ന ഈ സമയത്ത് നമുക്കറിയാം, നാട്ടിലൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത്രയും മുൻഗണന എന്തിനാ കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. എല്ലാവരും ഒരുപോലെ കണ്ട് കേരളത്തിലെ ഓരോ സ്ത്രീകൾക്കും കിട്ടുന്ന ആനുകൂല്യം തുല്യമായിരിക്കണം. അങ്ങനെ വേണം ഒരു ഗവൺമെന്റോ നീതിപീഠമോ നീതിന്യായമോ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാഹുൽ ഈശ്വർ നടത്തിയ പ്രസ് മീറ്റിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർക്കാം. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക, അഭിപ്രായം മെസ്സേജായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആരും വിമർശനത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള സകലം പ്രമുഖ വ്യക്തികൾക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യൻ പ്രസിഡന്റിനോ കേരള മുഖ്യമന്ത്രിക്കോ പ്രമുഖരായ രാഷ്ട്രീയക്കാർക്ക് എല്ലാവരെയും ജനങ്ങൾ വിമർശിക്കാറുണ്ട്. ആരും വിമർശനത്തിന് അതീതരല്ല. പിന്നെ ഹണി റോസിന് മാത്രം എന്തുകൊണ്ട് വിമർശനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല? അങ്ങനെ വിമർശനം ഉൾക്കൊള്ളാൻ പറ്റാത്തവര് അതേ രീതിയിൽ വേണം സമക്ഷത്തിൽ പൊതു പരിപാടിക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും എല്ലാവരും, അതായത് നമുക്കൊരു ഡ്രസ് കോഡ് അല്ലെങ്കിലും നമുക്ക് ഒരു മാന്യമായ വസ്ത്രധാരണം എന്നുള്ള ഒരു ആശയം എല്ലാവരുടെ മനസ്സിലുണ്ട്. കൂടുതലും മുതിർന്ന തലമുറയ്ക്ക്, ചെറുപ്പക്കാര് പിള്ളേർ ഇതിനെ അനുകൂലിക്കുമെങ്കിലും ഇപ്പോൾ പേരൻസ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചു വരുന്നവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിത് അംഗീകരിക്കുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പേരൻസിന് തങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണാൻ താല്പര്യമില്ല. അപ്പോൾ അവർക്ക് പേടിയുണ്ട്. ഇതെല്ലാം കണ്ട് തങ്ങളുടെ മക്കൾ ഇതേപോലെ അനുകരിച്ച് വഷളാവുന്നുള്ള പേടി കൂടെ കാരണമാണ് സ്ത്രീകളെ മുഖ്യമായിട്ടും ഇതിനെതിരെ നിലകൊള്ളുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയുടെ കുറച്ച് ഭാഗം, രാഹുൽ ഈശ്വർ പ്രസ് മീറ്റിംഗ് നടത്തിയ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടെ കാണാം. അഭിനേത്രിയായ കുമാരി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് കണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ആ ഫയലിംഗ് നടത്തിയത്. കാര്യം അന്ന് രാവിലെയാണ് ഹണി റോസ് നേരിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തുവെന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 കൂടി ഹൈക്കോടതി കേസ് മെൻഷൻ ഇട്ട് കേസ് പരിഗണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് ശ്രമിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടായതുകൊണ്ട് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. പക്ഷേ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങളിൽ കൂടി അറിയാൻ ഉള്ള അവസരത്തിൽ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിലെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ശ്രമിക്കുന്നു. പ്രസ് റിലീസിന്റെ ഭാഗമായി 2-3 കാര്യങ്ങൾ വളരെ എഴുതി തയ്യാറാക്കി തന്നെ വരുന്നതിന്റെ കാര്യം ഏതെങ്കിലും ഒരു വാക്ക് തെറ്റായോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടാൽ അത് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആദ്യത്തെ കാര്യം, ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടും പോരാട്ടവുമാണ്. ഏത് കേസ് വന്നാലും അതിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ പിന്തുണയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഞാനൊക്കെ എടുത്ത നിലപാടിനോട് ഒപ്പമാണ് നിന്നത്. അത് വലിയൊരു കാര്യമാണ്. പുരുഷന്മാർ പൊതുവെ അങ്ങനെ പറയുന്നതിനപ്പുറം സ്ത്രീകളും കൂടി പറയുന്നത് വലിയ കാര്യമാണ്. അതിന് വലിയ നന്ദി അവരോട് പറയുന്നു. ഹണി റോസിനോടുള്ള ആദരവോട് കൂടിയുള്ള വിമർശനം, സോഷ്യൽ ഓഡിറ്റ്, ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിൽ പെടുന്നതാണ്. നമ്മുടെ നാട്ടിൽ
മഹാത്മാഗാന്ധിയെയും മദർ തെരേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ അടക്കം എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പൊ ഹണി റോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ട്? ഹണി റോസിനെ അധിക്ഷേപിക്കരുത്, അപമാനിക്കരുത്, അസഭ്യവാക്കുകൾ പറയരുത്, ദ്വയാർത്ഥ വാക്കുകൾ പറയരുത്, വളരെ ശരിയാണ്. എന്നാൽ ഹണി റോസിനെ